മേഖലാ യോഗങ്ങൾക്ക് പിന്നാലെ തിരുത്തലിനൊരുങ്ങി CPIM. രൂക്ഷ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്താനാണ് നീക്കം. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നത് ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകും. BJPയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ തിരികെ പിടിക്കാൻ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകും. 3 ദിവസം നടന്ന മേഖലായോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെ വിമർശനങ്ങളും ഗൗരവമായി പരിഗണിക്കാനാണ് CPIM നേതൃത്വത്തിന്റെ തീരുമാനം. ഇടതുപാളയത്തിൽ നിന്നും ചോർന്ന 90% വോട്ടും CPIMന്റേതാണെന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട്. തിരുത്തലിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കീഴ്ഘടകത്തിലുള്ള നേതാക്കളെ അടക്കം വിളിച്ച് മേഖലായോഗങ്ങളിൽ അഭിപ്രായം കേട്ടത്. ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതാണ് തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമായി CPIM വിലയിരുത്തുന്നത്. പണമില്ലാത്തതിന് കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ലെന്ന ബോധ്യവും നേതൃത്വത്തിനുണ്ട്. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുകയാണ് തിരുത്തൽ പ്രക്രിയയിൽ ആദ്യം CPIM ചെയ്യാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുക, സപ്ലൈകോ അടക്കമുള്ള സാധാരണക്കാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുക എന്നിവയ്ക്കാകും പ്രഥമ പരിഗണന. സർക്കാരിന്റെ പ്രവർത്തനമാറ്റത്തിനൊപ്പം നേതാക്കളുടെ പ്രവർത്തനശൈലിയിലും മാറ്റം വരണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്നു കാണണം. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നത് CPIMൽ വലിയ ഞെട്ടലാണുണ്ടാക്കിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായാണ് വോട്ട് പോയതെന്ന ബോധ്യമുണ്ടെങ്കിലും പാർട്ടി അത് പരസ്യമായി അംഗീകരിക്കുന്നില്ല. BJPയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ കേരളത്തിലെ CPIMനെ ബംഗാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം നിർണായകമാണ്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തിരുത്തൽ നടപടി ചർച്ചയാകും. 24 തിരുവനന്തപുരം.